ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെതാണ്. നേന്ത്രപ്പഴം അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുന്ന സമയത്ത് അല്പം ഉപ്പിട്ട് കൊടുത്തു. ഈ ഒരു കപ്പിലാണ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഇട്ട് കൊടുക്കുക. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. ഇനി അതിലേക്ക് 2 സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അരിപ്പൊടി എടുത്ത് മുഴുവനും ഇട്ടിട്ടില്ല, 2 സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് വരും. നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുത്ത് നല്ലതുപോലെ പത്തിരി പോലെ കുഴയ്ക്കാനുള്ളതാണ്. കണ്ടില്ലേ, ആ 2 സ്പൂണ് മൈദയ്ക്ക് പകരം ആ അരിപ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു, എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടി അതിലിരുന്ന് ശരിക്കൊന്ന് വേവാനാണ്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു അര നാളികേരം, പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. നേന്ത്രപ്പഴം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, റൗണ്ട് ഷേപ്പിൽ. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2 അച്ച് ശർക്കര, വലിയ ശർക്കര ഞാൻ ഉരുക്കി നല്ല തിക്കായിട്ട് ഉരുക്കിയെടുത്താണ്, കല്ലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സ്ക്വയർ പീസായിട്ടും വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തിയായ സ്നാക്ക് തന്നെയാണ്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തീ ഒരല്പം നമ്മൾക്ക് ഇപ്പോൾ കൂട്ടി കൊടുക്കാം. ഈ ഘട്ടം ആകുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് ഒന്നുകൂടി അല്പം തീ കൂട്ടി കൊടുത്തിട്ട് നമ്മൾക്കതൊന്ന് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ നെയ്യ്, തേങ്ങ, നേന്ത്രപ്പഴത്തിൽ എല്ലാം കൂടി ആ ശർക്കരയിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഞാനൊരു 4-5 ഏലക്കായ പൊടിച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോല് കളയുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിനി നേരത്തെ വാട്ടി വെച്ച ആ മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 പോർഷനായിട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം. ആദ്യം ഒരു വലിയ പോർഷനാണ്. ഇനി അതിലേക്ക് ഒരല്പം കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ മാവ് വീഡിയോയിൽ കാണാൻ പറയാം, നല്ല സോഫ്റ്റായിട്ട് വെള്ളമെല്ലാം പാകത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് കുറച്ച് വലിയ ഒരു പോർഷനാണ്. ഇനി ബാക്കി മാവുണ്ട്, അതും ഇതേപോലെ തന്നെ കുഴച്ച് എടുക്കാം. അതിലും നമ്മൾക്ക് അല്പം കരിഞ്ജീരകം ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ കരിഞ്ജീരകം ചേർക്കുന്നതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയും നല്ലൊരു രുചി ഉണ്ടാവും. അപ്പോൾ ഇത് ഈ വലിപ്പത്തിലാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ഓയിലോ നെയ്യോ എന്തെങ്കിലും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം വലിയൊരു ബോളാണ് ഞാൻ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് കട്ടിയില്ലാതെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടി ആവുന്ന സമയത്ത് ഇത് നമ്മൾക്ക് ആ എണ്ണ തടവി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അത് നമ്മൾ വെച്ച് കൊടുത്തു. അതിൻ്റെ സൈഡിലേക്ക് ഓവറായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് അതിൻ്റെ ആ ഫില്ലിങ് അതിലേക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും, നല്ലൊരു ഹെൽത്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആ ചെറിയ പോർഷനും അതേപോലെ തന്നെ അല്പം പൊടിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതേ കട്ടിക്ക് തന്നെ പരത്തണം. അപ്പോൾ അല്പം ഇത് കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അല്പം ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഒരുപാട് കട്ടിയാവേണ്ടെന്ന് വിചാരിച്ചാലാണ് ഞാനത് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് മാറ്റി. എന്നിട്ട് നല്ലതുപോലെ നമ്മൾക്കത് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഒരല്പം വിരലിലൊന്ന് വെള്ളം തൊട്ടിട്ട് ഇതേപോലെ നല്ല ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കണ്ടീഷനായിട്ട് വന്നില്ലേ. ഇപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി അതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്നുണ്ട്, വെന്തിട്ടില്ല.
ഇനി രണ്ടാമത് ഒരു 5 മിനിറ്റ് കൂടി നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി സ്നാക്കായിട്ട് വരും. അപ്പോൾ നമ്മളത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. ഇതാ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ടീഷനായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതേപോലെ ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടില്ലേ, അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.